എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതുസ് വില്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് അല്ല കേട്ടോ, ഇന്ന് ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയ്ക്കായ് മസാലക്കറിയാണ് കേട്ടോ. തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കിയോണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമായോ എന്ന് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ, എന്നിട്ട് കമൻറ്റ് ചെയ്തോളൂ. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു 3-4 മുരിങ്ങയ്ക്ക കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് വലിയ നീളത്തിൽ മുറിച്ചെടുക്കേണ്ട, ചെറിയ നീളത്തിൽ തന്നെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി ഈ മുരിങ്ങയ്ക്കായ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 സവാള പൊടിയായി അരിഞ്ഞെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയുടെ കളറൊക്കെ നല്ലതായിട്ട് മാറി വരുന്നിടം വരെ വഴറ്റിയെടുക്കുക. സവാള വഴറ്റിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാള നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ മുരിങ്ങയ്ക്ക വേവാൻ വെച്ച സമയത്തും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള മസാലപ്പൊടികളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും മുളക് പൊടിയുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ വഴറ്റിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണേ. നമ്മൾ മുരിങ്ങയ്ക്കായ്ക്കകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അന്നേരം ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കും. 1/4 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന മുരിങ്ങയ്ക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് ആ മസാലക്കൂട്ടിലൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. കാരണം മുരിങ്ങയ്ക്കയൊക്കെ ആദ്യം തന്നെ വെന്തതാണ്. അതുകൊണ്ട് തന്നെ ഈ മസാല ഒന്ന് അതിനകത്ത് യോജിച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം മാത്രം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ചിരിക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രഷ് ക്രീം വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഫ്രഷ് ക്രീമോടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അന്നേരം വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്, അത്ര നിർബന്ധമില്ല. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. എനിക്ക് ശകലം ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയ്ക്ക മസാലക്കറിയാണ്. നിങ്ങൾ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.